ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി ഉപയോഗത്തിൻ്റെയും രാസലഹരി ഉപയോഗത്തിൻ്റെയും തായ്വേരറുത്ത് നമ്മുടെ ഭാവി തലമുറ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊടുംചതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മഹായജ്ഞത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ബിനീഷ് പി സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ MLA മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ലോക ബോക്സിംഗ് ചാമ്പ്യൻ KC ലേഖ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ പൂർണ്ണമായും സ്വീകരിക്കും. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും അവരെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കാനും ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള കായിക വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത, സ്പോർട്സ് കൗൺസിലർ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത്, സ്പോർട്സ് കൗൺസിലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ VK സനോജ് എന്നിവർ സാന്നിധ്യമരുളി. നമ്മുടെ ഈ യാത്രിക നായകനായിട്ടുള്ള കായിക വകുപ്പ് മന്ത്രി ഇവിടെ സംസാരിക്കുക എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു കൂടിച്ചേരലാണ്. 388 കായിക താരങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ രാവിലെ 6 മണിക്ക് മാർക്കിൽ നിന്ന് ആരംഭിച്ച് ആഹ്വാനം ചെയ്യുകയും ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കായിക വകുപ്പ് ഇത്തരത്തിലൊരു പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിലെത്തിയിരിക്കുകയാണ്. മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയൊരു ബോധവൽക്കരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ജീവിതം തന്നെ നഷ്ടപ്പെട്ട് വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന ധാരാളം ചെറുപ്പക്കാരെ, അവരുടെ കുടുംബം, അവരുടെ ബന്ധുക്കൾ എല്ലാം തന്നെ വലിയ ദുഃഖം പേറുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. രാസലഹരിയുടെ ഉപയോഗം നമ്മുടെ ചെറുപ്പക്കാരുടെ ബുദ്ധിയെ തന്നെ നഷ്ടപ്പെടുത്തുന്ന കാഴ്ച ധാരാളം നമ്മൾ കണ്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്ന, വായിക്കുന്ന വാർത്ത എന്നുള്ളത് സ്വന്തം അമ്മയെ കൊല്ലുന്ന മക്കളുടെ വാർത്തയാണ്. സ്വന്തം സഹോദരിയെ കൊല്ലുന്ന സഹോദരന്മാരുടെ വാർത്തയാണ്. സ്വന്തം മക്കളെ കൊല്ലുന്ന അച്ഛൻ്റെ വാർത്തയാണ്. ഇങ്ങനെ ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിന് യോജിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ടുള്ള ലഹരി വിരുദ്ധ പ്രചരണം നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രാസലഹരിയാണ് നമ്മുടെ പുതിയ തലമുറയെ നശിപ്പിക്കാനായി ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്ത് അടക്കം എല്ലാവരും ഈ കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. നമ്മുടെ പോലീസ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ ഒരു പ്രവർത്തനം നടത്തുകയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ പറ്റുന്ന എല്ലാ രീതിയിലും അവരത് പ്രാവർത്തികമാക്കി വരികയാണ്. അലൻ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള കേരളം, ഈ ജില്ലയിലെ കേരളം മികച്ച
ചുരുളുകളെ അകറ്റി നിർത്താനായി ഉണർന്നിരിക്കുക തരത്തിരിക്കുക പ്രതിനിധിക വിരോധത്തിൽ. പ്രിയമുള്ളവരെ, ലഹരി ഉപകരണത്തിന്റെയും രാസലഹരി ഉപയോഗത്തിന്റെയും താഴ്വേറുന്നത് നമ്മുടെ ഭാവി തലമുറ അകപ്പെട്ടുകൊണ്ടിരിക്കും. വണ്ടി കേറുന്നു വേഗം താണ്ടിയൊടുവിലിവിടെ വണ്ടി കേറുന്നു കാളവണ്ടി കേറുന്നു കാളവണ്ടി കേറുന്നു നിങ്ങൾ രാവിനുലയി കനലിലുറങ്ങി ഉരുണയുടെ നിറമെന്റെ അച്ഛൻ ഇറങ്ങലിച്ചെന്നുമെന്നമ്മയൻ കവിളത്ത് മുത്തം തരുമ്പോഴെല്ലാം വിതുമ്പിയുണരും പുഴ പോലും ഇടയും മനസ്സു കാണാം. വിശ്വസ്തതയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിൻ്റെ ഉശിരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ, മനം മയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്രത്തിളക്കത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോറൂം സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം, ഫർണിച്ചറുകൾക്ക് ഈസി ലോൺ സൗകര്യം, മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ. എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം, കൃഷിഭവന് സമീപം, പെരിങ്ങോം. ഫോൺ 9847274367. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം, കൃഷിഭവന് സമീപം, പെരിങ്ങോം.